വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും രോഗങ്ങളും ചില കുടുംബങ്ങളെ വിടാതെ വേട്ടയാടാറുണ്ട്. ഒരു ഘട്ടമെത്തിയാൽ ഇനി എന്തിനു ജീവിക്കണമെന്ന് പോലും ചിലപ്പോൾ മനസ്സിൽ ചിന്ത വരാം. പ്രതീക്ഷകളെല്ലാം കൈവിടുമ്പോഴാണ് പലരും ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീടിന് പിന്നിൽ സ്വന്തമായി ചിതയൊരുക്കി വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. നെയ്യാറ്റിൻകര സ്വദേശിനി നളിനകുമാരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭർത്താവ് ക്രിസ്തുദാസിന്റെ രോഗാവസ്ഥയാണ് ആത്മഹത്യ കാരണമെന്നാണ് നിഗമനം. ആശുപത്രിയിൽ കഴിയുന്ന ഭർത്താവിനോടൊപ്പം കൂട്ടിരുന്ന നളിനകുമാരി തിങ്കളാഴ്ച ഉച്ചയോടെ വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞു പോവുകയായിരുന്നു. തുടർന്ന് വീടിന് പിറകിലെ പറമ്പിൽ വിറകും മറ്റും കൂട്ടി ചിതയൊരുക്കിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തീയാളുന്നത് കണ്ട് ഓടിയെത്തിയ സമീപവാസികൾ ഉടൻ തീ കെടുത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. 67 വയസ്സാണ് നളിനകുമാരിക്ക്. ഭർത്താവ് ക്രിസ്തുദാസിന്റെ ദീർഘനാളായുള്ള രോഗാവസ്ഥയും ആരോഗ്യസ്ഥിതി മോശമായതിലുള്ള മനോവിഷവുമാണ് ഇവരെ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. 2-3 മാസമായി ആശുപത്രി സുഖമില്ലാത്ത അവസ്ഥയിലാണ്. രാവിലെ അവരെ ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് കൊച്ചുമോനെ വിളിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. 1 വർഷത്തിലേറെയായി ക്രിസ്തുദാസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനെ തുടർന്നുണ്ടായ മാനസിക വിഷമത്തിലായിരുന്നു നളിനകുമാരിയെന്ന് ബന്ധുക്കൾ പറയുന്നു. ദമ്പതിമാർക്ക് 2 മക്കളുണ്ട്. നളിനകുമാരിയും ഭർത്താവും ജോലിക്കാരിയും മാത്രമായിരുന്നു വീട്ടിൽ താമസം. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.